ഇപ്പോൾ ലഭിക്കുന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഇസ്രായേൽ ഇറാന് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു പോർമുഖം കൂടെ തുറന്നിരിക്കുന്നു. മറ്റൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന ഭയം അത് വർദ്ധിച്ചിരിക്കുന്നു. ഇറാനിയൻ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇപ്പോൾ എല്ലായിടത്തും സ്ഫോടന ശബ്ദമാണ് അവിടെ കേൾക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇസ്രായേലിൻ്റെ ആക്രമണമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായിട്ടും ആണവ കേന്ദ്രങ്ങളെ ആണ് ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇറാനിലെ ആണവ സൈനിക താവളങ്ങൾ ഞങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്ന് ഇസ്രായേലും പറയുന്നുണ്ട്. ഇറാൻ തന്നെ ഒരു ആണവ ബോംബ് നിർമ്മിക്കാൻ അടുത്തെത്തിയ സമയത്താണ് ഈ വ്യോമാക്രമണങ്ങൾ നടന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. നമുക്കറിയാം, ഇറാനെ ഒരിക്കലും ഒരു ആണവ ശക്തിയാകാൻ ഇസ്രായേൽ അനുവദിക്കില്ല. നേരത്തെ അമേരിക്ക പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് നേരെ ഒരു വമ്പൻ യുദ്ധം ഞങ്ങൾ അഴിച്ചുവിടുമെന്നുള്ളത്. അമേരിക്കയുടെ ഒരു സന്തത സഹചാരിയായിട്ടുള്ള ഇസ്രായേൽ അങ്ങനെ ഇറാന് നേരെയും ഇപ്പോൾ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. യൂട്യൂബിൻ്റെ വയലേഷൻ ഇല്ലെങ്കിൽ തീർച്ചയായും ന്യൂസ് ഇന്ത്യ മലയാളം അത് നിങ്ങളെ കാണിക്കുന്നതാണ്. 20 വർഷത്തിൽ ഇതാദ്യമായിട്ടാണ് ഇസ്രായേൽ ഇത്തരത്തിലൊരു വമ്പൻ ആക്രമണം ഇറാനിലേക്ക് അഴിച്ചുവിടുന്നത്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ബോർഡ് ഓഫ് ഗവർണർമാർ വ്യാഴാഴ്ച ഇറാനെ പരിശോധകരുമായി സഹകരിക്കാത്തതിന് നിശിതമായി വിമർശിച്ചിട്ടുണ്ടായിരുന്നു. രാജ്യത്ത് 3ാമത്തെ സമ്പുഷ്ടീകരണ കേന്ദ്രം സ്ഥാപിക്കുമെന്നും ചില സെൻട്രിഫ്യൂജുകൾ കൂടുതൽ നൂതനമായവ സ്ഥാപിക്കുമെന്നും ഇറാൻ ഉടൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇറാൻ ആണവ ബോംബ് നിർമ്മിക്കുന്നത് തടയാൻ ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യം എടുത്തു പറയേണ്ടതാണ്. ഇക്കാര്യത്തിൽ അവർ പലതവണ ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അമേരിക്കയും ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും ഇന്നലെ തങ്ങളുടെ പൗരന്മാരോട് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ വിട്ട് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ ഉത്തരവിട്ടിരുന്നു അമേരിക്ക. എന്തായിരുന്നാലും ഇപ്പോൾ ഇറാനിൽ ആക്രമണമുണ്ടായ ശേഷം ജനങ്ങൾക്ക് കനത്ത ജാഗ്രതയാണ് ഇറാൻ കൊടുത്തിരിക്കുന്നത്. എല്ലാവരോടും ബങ്കറിലേക്ക് പോകാനും സ്വയം സുരക്ഷ ഏറ്റെടുക്കാനും ഇപ്പോൾ ഇറാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇറാൻ ഇപ്പോൾ ഇസ്രായേലി ആക്രമണത്തിന് ഉചിതമായ മറുപടി നൽകണം എന്നുള്ളതാണ് ഇറാൻ്റെ അഭിമാന പ്രശ്നമായി ഇത് മാറിയിരിക്കുകയാണ്. ഇത് വലിയ രീതിയിലുള്ള ഒരു യുദ്ധമായി പരിണമിക്കുമെന്നാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഭയക്കുന്നത്. ഇറാനെ ആക്രമിച്ചതായി വെള്ളിയാഴ്ച രാവിലെയാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. വ്യോമാക്രമണമാണ് അവിടെ അവർ നടത്തിയത് എന്നാണ് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്തായാലും ഒരു വലിയ പോർമുഖം ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.